അലക്സ, മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ സമരം അത് തുടരുകയാണ്. ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ആ സമരം നീങ്ങുകയാണ്. അപ്പം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് ആരോപണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി കട്ടളപ്പാളി കേസിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ വരുന്നുണ്ട്. ഈ രീതിയിൽ എന്തൊക്കെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ? ഗുഡ് മോർണിംഗ്. ദിൽന, തെക്കൻ കേരളത്തിൽ നിന്ന് നിരവധിയായ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലഭ്യമാക്കണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് KGMCTയുടെ നേതൃത്വത്തിൽ സമരം നടത്തി വരികയാണ്. ഈ കഴിഞ്ഞ തീയതി ഏതാണ്ട് 4 ദിവസമായി അവർ അനിശ്ചിതകാല OP ബഹിഷ്കരണവും അനിശ്ചിതകാല അധ്യാപനവും നടത്തുകയാണ്. ഇന്ന് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ കൂടി ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം PG ഡോക്ടർമാർ കൂടി ഈ സമരത്തിന് പിന്തുണ അറിയിച്ച് അവരും OP ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി വൈകി PG ഡോക്ടർമാർ സർക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് അവർ ഈ OP ബഹിഷ്കരണത്തിൽ നിന്ന് തൽക്കാലം പിന്മാറിയിട്ടുണ്ട്. പക്ഷേ 24 മണിക്കൂർ സമയം അവർക്കൊരു ഉത്തരവ് ലഭിക്കുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്തുള്ള തീരുമാനമായില്ല എങ്കിൽ ഒരുപക്ഷെ നാളെ PG ഡോക്ടർമാർ OP ബഹിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഈ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ ആശുപത്രികളിലെ പ്രവർത്തനം നടന്നിരുന്നത് PG ഡോക്ടർമാരെ വെച്ചാണ്. അങ്ങനെ PG ഡോക്ടർമാരെ കൂടി OP ബഹിഷ്കരിച്ചാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം താളം തെറ്റുമെന്ന് സർക്കാരിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് അടിയന്തരമായി അവരുമായി ചർച്ച നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്. എന്താണെങ്കിലും മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം തുടരുന്നു. അവരുടെ ചട്ടപ്പടി സമരം, നിസ്സഹകരണ സമരം, അതുപോലെ റിലേ സത്യാഗ്രഹം അടക്കമുള്ള സമരം തുടരുന്നു. മെഡിക്കൽ കോളേജുകളിൽ അവരുടെ ധർണ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് KGMCTയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയം അതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ നവജാത ശിശു മരിച്ച സംഭവമാണ്. ആ വിഷയത്തിൽ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ ഇന്നലെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷന് ശേഷമാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച പ്രതിഷേധങ്ങൾക്ക് അറുതിയായത്. ആ പ്രതിഷേധങ്ങൾ ഇന്നലെയും തുടർന്ന് നമ്മൾ കണ്ടു. അതിനൊടുവിലാണ് ആരോഗ്യവകുപ്പ് വിവിധ ഘട്ടത്തിൽ വിവിധ തീരുമാനങ്ങൾ എടുത്തത്. ഇവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുമെന്ന് തീരുമാനമെടുത്തു, സ്ഥലം മാറ്റും എന്ന് തീരുമാനമെടുത്തു. പക്ഷെ അതിലൊന്നും വകവയ്ക്കാതെ പ്രതിഷേധം കനക്കുകയായിരുന്നു. അതിൽ ഭരണകക്ഷി സംഘടനകൾ പോലും പ്രതിഷേധവുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്ത് തീരുമാനമെടുത്തത്. എന്താണെങ്കിലും SITയിൽ നിന്നുള്ള 4 സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് ഇത് വിട്ടു നൽകും. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഒരുപക്ഷെ ഏറ്റവും പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പിന് ലഭിക്കും എന്നുള്ളതും പ്രതീക്ഷിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും MLAയുമായ പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. കട്ടളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് പത്മകുമാർ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ സ്വാഭാവിക ജാമ്യം, അതായത് 90 ദിവസത്തിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഒരു സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്വാഭാവിക ജാമ്യമല്ലാതെ 41 ദിവസത്തിന് ശേഷം ഇന്നലെ തന്ത്രി കണ്ഠര രാജീവർ പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. അതിനാൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കേസ്, സ്വർണ്ണക്കൊള്ള കേസിൽ 13ാം പ്രതിയായ കണ്ഠര രാജീവർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടു. തെളിവുകളുടെ അഭാവത്തിലാണ് ഈ 41ാം ദിവസം പ്രതി ജയിൽ മോചിതയായത്. അതേസമയം ജംഷഡ്പൂരിൽ അയച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാലുടൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SIT നീക്കം. SIT അന്വേഷണം ആ വിധത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ സർക്കാർ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തന സമയം ഏകീകരിച്ച തീരുമാനം സംബന്ധിച്ച് അത് ശക്തമായി നേരിടും. ടൂറിസം മേഖലയിൽ ആ തീരുമാനം അത് ഏകീകരിക്കുകയാണ് ചെയ്തതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അത് ടൂറിസം മേഖലയിൽ ഇതുപോലെ സംസ്ഥാനത്ത് എല്ലായിടത്തും സമയം ദീർഘിപ്പിക്കുന്നതിന് പ്രതിപക്ഷം അനുകൂലിച്ചു എന്ന് ഒരുപക്ഷെ സർക്കാർ തുറന്നു പറയും. പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ആരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്, അതായത് പ്രതിപക്ഷ ഈ ആരോപണം, സർക്കാരിനെതിരെ ആരോപണം ഘടിപ്പിച്ചാൽ ഈ ചർച്ചകളിൽ പങ്കെടുത്തത് ആരാണെന്ന് തുറന്നു പറയേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയിരുന്നു. അതും ഉദ്യോഗജനകമായി തന്നെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, ഇതിൽ ക്രൈസ്തവ സഭകൾക്കുള്ള എതിർപ്പാണ്. അത് സർക്കാർ എങ്ങനെ നേരിടുമെന്നുള്ള കാര്യവും കണ്ടറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമയം ദീർഘിക്കുന്ന വിവരം LDFൽ ചർച്ച ചെയ്തിരുന്നു എന്ന് സ്ഥിരീകരിച്ച് മുന്നണി നേതൃത്വം, അതായത് CPIയിൽ ചർച്ച ചെയ്തതെന്നടക്കം ബിനോയ് വിശ്വം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുന്നണി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട പരസ്യപ്രതികരണം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവ ബഹുലമായിരിക്കും തിരുവനന്തപുരത്തും തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ വാർത്താ ദിനം. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.